ആ വാക്കാണ് കറക്റ്റ്. നൂറ, ഇതാണോ ശരിക്കും ആതിരയുടെ സ്വഭാവം? അപ്പൊ നൂറ എങ്ങനെ സഹിക്കുന്നു? എന്ത് ചെയ്യാന്, പെട്ടുപോയില്ല. കപ്പിൾസായ നൂറ ആൻഡ് ആദില. ഓക്കെ, അപ്പോൾ നൂറയോട് ചോദിക്കുവാണ് എങ്ങനെയാണ് ആദിലയെ നിങ്ങൾ സഹിക്കുന്നതെന്ന്. അപ്പോൾ നൂറ പറയുന്ന ഉത്തരവാണ് പെട്ടു പോയില്ലേ എന്ന്. അതായത് ഇത് കാണുമ്പോൾ നമുക്ക് തോന്നുന്ന ഒരു കാര്യം എന്ന് വെച്ചാൽ നൂറ ലെസ്ബിയൻ അല്ല. ഓക്കെ, നൂറ ലെസ്ബിയൻ അല്ല, ഒരു പക്ഷേ ആദിലയുടെ ട്രാപ്പിൽ പെട്ടിട്ട് ലെസ്ബിയനായ ഒരു സ്ത്രീയായിട്ടാണ് ഇത് കാണുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. എന്തായാലും ഈ ഒരാഴ്ച ബിഗ് ബോസിൽ ഇവർ തമ്മിലൊരു കൊട്ടിക്കലാശം തന്നെ കാണാൻ വേണ്ടി സാധിക്കും. കാരണം പലപ്പോഴും നൂറ അനീഷിന് വേണ്ടി സ്റ്റാൻഡ് ചെയ്ത് നമുക്ക് കാണാൻ വേണ്ടി സാധിക്കും. പലപ്പോഴും ആദിലെ തള്ളി പറഞ്ഞുകൊണ്ട് അനീഷിനെ സപ്പോർട്ട് ചെയ്യുന്ന ഒരു കാഴ്ച നമുക്ക് കാണാൻ വേണ്ടി സാധിക്കും. സോ എന്തായാലും ഇവർ തമ്മിലൊരു പ്രോബ്ലം ഈ ആഴ്ച നമുക്ക് കാണാൻ വേണ്ടി സാധിക്കും. ഓക്കെ, ഇനി നമുക്കറിയേണ്ടത് നൂറ ലെസ്ബിയനാണോ അതോ ആദിലയുടെ വലയിൽപ്പെട്ടതാണോ എന്ന് മാത്രമാണ്. സോ നോക്കി നമുക്ക് കാണാം.